എസ്ര അധ്യായം 4. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. പ്രവാസികൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ മന്ദിരം പണിയുന്നു എന്ന് യഹൂദയുടെയും ബെന്യാമിൻ്റെയും വൈരികൾ കേട്ടപ്പോൾ അവർ സൊർബാബേലിൻ്റെയും കുടുംബത്തലവന്മാരുടെയും അടുക്കൽ വന്നവരോട്, ഞങ്ങൾ നിങ്ങളോട് കൂടെ പണിയട്ടെ. ദൈവത്തെ നിങ്ങൾ എന്ന പോലെ ഞങ്ങളും അന്വേഷിക്കുകയും ഞങ്ങൾ അവന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അസൂർ രാജാവായ സെൻഹെരീബിൻ്റെ കാലം മുതൽ യാഗം കഴിക്കുകയും ചെയ്തു പോരുന്നു എന്ന് പറഞ്ഞു. അതിന് സുർബാബേലും യോശുവയും മറ്റ് ഇസ്രായേൽ കുടുംബത്തലവന്മാരും അവരോട്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യമൊന്നുമില്ല. പാർസി രാജാവായ കോരേശ് രാജാവ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ തന്നെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് അത് പണിതുകൊള്ളാം എന്ന് പറഞ്ഞു. ആകയാൽ ദേശനിവാസികൾ യഹൂദാജനത്തിന് അധൈര്യം വരുത്തി പണിയാതിരിക്കേണ്ടതിന് അവരെ ഭയപ്പെടുത്തി അവരുടെ ഉദ്ദേശം നിഷ്ഫലമാക്കുവാൻ അവർ പാർസി രാജാവായ കോരേശിന്റെ കാലത്തെല്ലാം പാർസി രാജാവായ ദാരിയൂസിന്റെ വാഴ്ച വരെയും അവർക്ക് വിരോധമായ കാര്യസ്ഥരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. അഹശ്വേരോശിന്റെ കാലത്ത് അവന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ അവർ യഹൂദയിലെയും യെരൂശലേമിലെയും നിവാസികൾക്ക് വിരോധമായി പരാതികൾ എഴുതി അയച്ചു. അർത്തഹ്ശസ്തിന്റെ കാലത്ത് മിത്രദാത്തും തബേയാലും ശേഷം അവരുടെ പക്ഷക്കാരും പാർസി രാജാവായ അർത്തഹ്ശസ്തിന് കുശലം ചൊല്ലി ഒരപേക്ഷ എഴുതി അയച്ചു. അപേക്ഷ അറമായ സുറിയാനി ഭാഷയിൽ തന്നെ എഴുതിയിരുന്നു. സേനാധിപനായ രെഹൂമും എഴുത്തുകാരനായ ശിംശായിയും യെരൂശലേമിലേക്ക് അർത്തഹ്ശസ്ത് രാജാവിനൊരപേക്ഷ എഴുതി അയച്ചു. ധർമാധ്യക്ഷൻ രെഹൂമും എഴുത്തുകാരൻ ശിംശായിയും മറ്റു അവരുടെ അനുയായികളായ ദിന്യർ, തർപ്പേല്യർ, അഫർസ്യർ, അറേബ്യർ, ബാബേല്യർ, ശൂഷന്യർ, ദേഹാബ്യർ, ഏലാമ്യർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ അസ്വീത് പിടിച്ചു കൊണ്ടുവന്ന ശമര്യ പട്ടണങ്ങളിലും നദിക്ക് ഇക്കരെ മറ്റു ദിക്കുകളിലും പാർപ്പിച്ചിരിക്കുന്ന ശേഷം ജാതികൾ മുതലായവർ അർത്തഹ്ശസ്ത് രാജാവിന് അയച്ച അപേക്ഷയുടെ പകർപ്പെന്തെന്നാൽ, നദിക്കിക്കരെയുള്ള നിന്റെ ദാസന്മാർ മുതലായവർ രാജാവ് ബോധിപ്പാൻ തിരുമുമ്പിൽ നിന്ന് പുറപ്പെട്ടു. ഞങ്ങളുടെ അടുക്കൽ യെരൂശലേമിൽ വന്നിരിക്കുന്ന യഹൂദന്മാർ മത്സരവും ദുഷ്ടതയുമുള്ള ആ പട്ടണം പണിയുകയും അതിൻ്റെ കോട്ടകൾ കെട്ടുകയും അടിസ്ഥാനങ്ങൾ നന്നാക്കുകയും ചെയ്യുന്നു. പട്ടണം പണിത് കോട്ടകൾ കെട്ടിത്തീർന്നാൽ അവർ കരമോ നികുതിയോ ചുങ്കമോ ഒന്നും തീർക്കുകയില്ല. ഒടുവിൽ അവർ രാജാക്കന്മാർക്ക് നഷ്ടം വരുത്തും എന്ന് രാജാവ് അറിയണമേ. ഞങ്ങൾ രാജഗൃഹത്തിലെ ഉപ്പ് തിന്നുന്നവരാകയാലും രാജാവിന് അപമാനം വരുത്തുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് സഹ്യമല്ലാത്തതിനാലും ഞങ്ങൾ ആളയച്ച് രാജാവിനെ ഇത് ബോധിപ്പിച്ചുകൊള്ളുന്നു. അവിടുത്തെ പിതാക്കന്മാരുടെ ചരിത്ര പുസ്തകത്തിൽ നോക്കിയാൽ ഈ പട്ടണം മത്സരവും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കും ഉപദ്രവവും ഉള്ള പട്ടണം എന്നും അതിൽ അവർ മുമ്പ് മുതൽ കലഹമുണ്ടാക്കിയതിനാൽ ഈ പട്ടണം
നശിച്ചു കിടക്കുന്നു എന്നും പുസ്തകത്തിൽ നിന്നും അറിയാറാകും. ഈ പട്ടണം പണിയുകയും അതിൻ്റെ കോട്ട കെട്ടിത്തീരുകയും ചെയ്താൽ അത് നിമിത്തം അവിടത്തേക്ക് നദിക്കരെ ഒരവകാശവും ഉണ്ടായിരിക്കുകയില്ലെന്ന് രാജാവിനെ ബോധിപ്പിച്ചുകൊള്ളുന്നു. അതിന് രാജാവ് സേനാധ്യക്ഷനായ രഹൂമിനും എഴുത്തുകാരനായ ശിംശായിക്കും ശമര്യ നിവാസികളായ അവരുടെ അനുയായികൾക്കും നദിക്കക്കരെയുള്ള ശേഷം പേർക്കും മറുപടി എഴുതി അയച്ചത് എന്തെന്നാൽ, നിങ്ങൾക്ക് കുശലം, നിങ്ങൾ കൊടുത്തയച്ച അപേക്ഷ നമ്മുടെ സന്നിധിയിൽ വ്യക്തമായി വായിച്ചു കേട്ടു. നാം കൽപ്പന കൊടുത്തിട്ട് അവർ പരിശോധന ചെയ്തു നോക്കിയപ്പോൾ ആ പട്ടണം മുമ്പ് മുതൽ തന്നെ രാജാക്കന്മാരോട് എതിർത്ത് നിൽക്കുന്നു എന്നും അതിൽ മത്സരവും കലഹവും ഉണ്ടായിരുന്നു എന്നും യെരൂശലേമിൽ ബലവാന്മാരായ രാജാക്കന്മാർ ഉണ്ടായിരുന്നു. അവർ നദിക്കക്കരെയുള്ള ദേശമെല്ലാം വാണിരുന്നു എന്നും കണ്ടിരിക്കുന്നു. ആകയാൽ നാം മറ്റൊരു കൽപ്പന അയക്കുന്നത് വരെ അവർ പട്ടണം പണിയുന്നത് നിർത്തിവെക്കേണ്ടതിന് ആജ്ഞാപിപ്പിൻ. നിങ്ങൾ അതിൽ ഉപേക്ഷ ചെയ്യാതെ ജാഗ്രതയായിരിപ്പിൻ. രാജാവിന് നഷ്ടവും ഹാനിയും വരരുത്. അർത്തഹ്ശസ്ത് രാജാവിൻ്റെ എഴുത്തിൻ്റെ പകർപ്പ് രഹൂമും എഴുത്തുകാരനായ ശിംശായിയും അവരുടെ സഹപ്രവർത്തകരും വായിച്ചു കേട്ട ശേഷം അവർ യെരൂശലേമിലെ യഹൂദന്മാരുടെ അടുക്കൽ ഉടനെ ചെന്ന് ബലമായി അവരുടെ പണി മുടക്കി. അങ്ങനെ യെരൂശലേമിലെ ദൈവാലയത്തിൻ്റെ പണി മുടങ്ങി. പാർസി രാജാവായ ദാരിയൂസിൻ്റെ വാഴ്ചയുടെ 2-ാം ആണ്ടുവരെ പണി മുടങ്ങിക്കടന്നു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.